മുനമ്പം വിഷയം BJPക്ക് ഒരു പുതിയ തേങ്ങയായി മാറിയിരിക്കുകയാണ്. മുനമ്പം സമരസമിതിയിലെ ആളുകളെ ഇന്ന് ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണുകയാണ്. കഴിഞ്ഞ ദിവസം ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കിരൺ റിജിജു സമരപന്തൽ എത്തിയിരുന്നു, മുനമ്പത്ത് എത്തിയിരുന്നു. ലോക്സഭയിലും രാജ്യസഭയിലും വഖഫ് ബില്ല് പാസ്സായതോടെ മുനമ്പം പ്രശ്നം അവസാനിക്കുമെന്ന് അടിവരയിട്ട് പറഞ്ഞ മന്ത്രിമാരാണ് കിരൺ റിജിജുവും സുരേഷ് ഗോപിയും അടക്കമുള്ള BJP നേതാക്കൾ. വലിയ വാഗ്വാദങ്ങൾ തന്നെ രാജ്യസഭയിലും ലോക്സഭയിലും മുനമ്പം വിഷയത്തിൽ ഉയർന്നിരുന്നു. അപ്പോൾ വെല്ലുവിളിച്ചുകൊണ്ട് കോൺഗ്രസിനെയും മറ്റ് ഇടതുപക്ഷ കക്ഷികളെയും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് മന്ത്രിമാർ പറഞ്ഞത് ഈ ബില്ല് പാസ്സാകുന്നതോടെ മുനമ്പം വിഷയം അവസാനിക്കും, ആ സമരം പരിഹരിക്കും, മുനമ്പത്ത് സമരം ചെയ്യുന്ന 600-ലേറെ കുടുംബങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കുമെന്നാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം സമരപന്തലിലെത്തിയ കിരൺ റിജിജു സമരക്കാരോട് പറഞ്ഞത് ഇത് നിയമപരമായി മാത്രമേ പരിഹരിക്കാനാവൂ, സുപ്രീം കോടതി വരെ പോകാനുള്ള നിയമസഹായവും സംവിധാനവും സർക്കാർ ചെയ്തു കൊടുക്കാമെന്നാണ്. അങ്ങനെ നിയമപരമായി പോരാടാണെങ്കിൽ അതിന് വഖഫ് ബില്ലിൻ്റെ സഹായം മുനമ്പത്തെ സമരക്കാർക്ക് ആവശ്യമില്ല. അപ്പോൾ BJP എടുത്ത നിലപാട്, BJP പാർലമെൻറ്റിൽ എടുത്ത നിലപാട് സമരക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു എന്ന കോൺഗ്രസിൻ്റെയും CPMൻ്റെയും ആരോപണം സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അതേസമയം മുനമ്പം വിഷയത്തെക്കുറിച്ച് മുൻ ഹൈക്കോടതി ജഡ്ജിയായ ജസ്റ്റിസ് കമാൽ ബാഷ പറയുന്നത് വഖഫ് ബില്ല് കൊണ്ട് മുനമ്പം പ്രശ്നത്തിൽ ഒരിടപെടലും നടത്താൻ കഴിയില്ലെന്നാണ്. രേഖകൾ വ്യക്തമാക്കുന്നത് മുനമ്പം ഭൂമി വഖഫ് ഭൂമി അല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ വഖഫ് ട്രൈബ്യൂണലിനോ വഖഫ് ബോർഡിനോ ഒന്നും തന്നെ ഇതിലൊരു കാര്യവുമില്ല. അപ്പോൾ വഖഫ് ഭൂമി അല്ലാത്ത ഒരു ഭൂമി വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സമരരംഗത്തിറക്കുകയും അവർക്ക് വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവരെ ആയുധമാക്കുകയാണ്. ഇനിയും ജനങ്ങളെ പറ്റിക്കരുത് എന്നാണ് ജസ്റ്റിസ് കമാൽ ബാഷ പറയുന്നത്. അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, കേന്ദ്രമന്ത്രി തന്നെ ഇക്കാര്യം വന്ന് നേരിട്ട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇനി ഇതിന് പരിഹാരം നിയമപരമായ പരിഹാരങ്ങൾ മാത്രമാണ്, അതിനുള്ള സഹായങ്ങൾ നൽകും എന്ന് കേന്ദ്രമന്ത്രി പറയുന്നതിൽ കാര്യമില്ല, നിയമപരമായി പോരാടാൻ ആണ് സമരസമിതി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അതേസമയം തങ്ങൾ പറഞ്ഞതെല്ലാം ശരിവച്ചിരിക്കുകയാണ് ഇപ്പോൾ BJP എന്നാണ് കോൺഗ്രസ് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. അപ്പോൾ മുനമ്പം പ്രശ്നം പരിഹരിക്കാനായി നിയോഗിച്ച കമ്മീഷനെ ആദ്യം സിംഗിൾ ബെഞ്ച് അയോഗ്യത കൽപ്പിച്ചെങ്കിലും പിന്നീട് ഡിവിഷൻ ബെഞ്ച് അത് ശരിവെച്ചതോടെ താൽക്കാലികമായി മുഖം രക്ഷപ്പെട്ട അവസ്ഥയിലാണ് സംസ്ഥാന സർക്കാർ. എന്തായാലും വഖഫ് ഭൂമി അല്ലെങ്കിൽ വർഷങ്ങളായി അവിടെ താമസിക്കുന്ന മുനമ്പത്തെ ജനതയ്ക്ക് നീതി നടപ്പിലാക്കി കൊടുക്കാൻ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് എളുപ്പത്തിൽ കഴിയുന്നതാണ്. എന്തുകൊണ്ടാണ് ഇത് നടപ്പിലാക്കാത്തത് എന്ന് പറഞ്ഞാൽ അത് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. BJP ലക്ഷ്യം വയ്ക്കുന്നത് ക്രൈസ്തവരുടെയോട്ടാണ്. ഒരേ സമയം മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും തമ്മിൽ തെറ്റിക്കാനും അവരെ പരസ്പരം മത്സരിക്കാനും അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലാണ് BJPയെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. എന്നാൽ കോൺഗ്രസും ഇടതുപക്ഷവും പരസ്പരം അവരുടെ മുന്നണികൾക്ക് അനുയോജ്യമായ രീതിയിൽ മുനമ്പം വിഷയത്തെ വളച്ചൊടുക്കുകയാണ്. എന്തായാലും വർഷങ്ങളായി വഖഫ് ട്രൈബ്യൂണലും വഖഫ് ബോർഡുമെല്ലാം ഈ ജനതയെ പറ്റിക്കുകയാണോ എന്ന വിഷയത്തിന് ഇപ്പോൾ പ്രധാനമന്ത്രി അടക്കം ഇടപെട്ട് മറുപടി പറയേണ്ട അവസ്ഥയിലാണ് മുനമ്പം വിഷയം എത്തി നിൽക്കുന്നത്.